ഖത്തറും അതിന്റെ ദോഹയും നമ്മൾ മലയാളികൾക്ക് സുപരിചിതമാണ്. എന്നാൽ 2022 ഫുട്ബോൾ ലോകകപ്പ് മത്സരങ്ങൾക്ക് വേദിയാകും വരെ ഈ നഗരം ലോകത്തിനത്ര പരിചിതമായിരുന്നില്ല. ഫുട്ബോൾ മത്സരങ്ങൾക്ക് വേണ്ടി വർഷങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകളാണ് ഖത്തർ നടത്തിയത്. അതോടൊപ്പം വിനോദസഞ്ചാര രംഗത്തും രാജ്യം വലിയ നിക്ഷേപം നടത്തി. ദുബായ്ക്കും അബുദാബിക്കുമൊക്കെയൊപ്പം ദോഹയെയും വളർത്തുകയായിരുന്നു ലക്ഷ്യം. ദോഹ ആ വളർച്ച തുടരുകയാണ്. ദോഹ ഇന്ന് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന തലത്തിലേക്ക് വികസിച്ചിട്ടുണ്ട്. പോകാം ദോഹ നഗരത്തിന്റെ കാഴ്ചകളിലേക്ക്. ഈ സിറ്റി ടൂറിൽ നാം എത്തുന്നത് ദോഹ നഗരത്തിലെ പ്രധാനപ്പെട്ട 11 ഡെസ്റ്റിനേഷനുകളിലേക്കാണ്. ആദ്യം മഷ്റബ് ഡൗൺടൗൺ ദോഹ, തുടർന്ന് സൂഖ് വാഖിഫ് ആൻഡ് അൽ ഫനാർ മസ്ജിദ്, അടുത്തതായി ദോഹ കോർണിഷ് ആൻഡ് ധോ ക്രൂസ്, പിന്നെ മ്യൂസിയം ഓഫ് ഇസ്ലാമിക് ആർട്ട്, തുടർന്ന് മിന ഡിസ്ട്രിക്റ്റ്, അവിടെ നിന്നും ദോഹ സ്റ്റേറ്റ് ഗ്രാൻഡ് മോസ്ക്, പിന്നെ ഖത്തറ കൾച്ചറൽ വില്ലേജ്, തുടർന്ന് ദി പേൾ ഐലൻഡ്, അടുത്തതായി വില്ലാജിയോ മാൾ, അവിടെ നിന്നും അൽ വക്ര സൂഖ്, അവസാനമായി മെസയീദ്. മഷ്റബ് ഡൗൺടൗൺ ദോഹയിൽ നിന്നും യാത്ര ആരംഭിക്കാം. ദോഹയിലെ പഴയ നഗരഭാഗം ആധുനികവൽക്കരിച്ചാണ് മഷ്റബ് ഡൗൺടൗൺ ആക്കി മാറ്റിയത്. ഒരു കാലത്ത് പഴയ കെട്ടിടങ്ങൾ മാത്രമുണ്ടായിരുന്ന പ്രദേശം ഇന്ന് ഷിക്കാഗോയിലെയും മറ്റും തെരുവുകളെ ഓർമ്മിപ്പിക്കും വിധം അതിഗംഭീരമായി മാറിയിട്ടുണ്ട്. കല്ല് വിരിച്ചാണ് വഴികൾ നിർമ്മിച്ചിട്ടുള്ളത്. ഇരുഭാഗത്തും ഉയർന്നു നിൽക്കുന്ന ബിൽഡിങ്ങുകൾക്ക് അമേരിക്കൻ നഗരങ്ങളിലെ മന്ദിരങ്ങളുമായി നല്ല രൂപസാദൃശ്യം കാണാം. അതുകൊണ്ടാണ് മഷ്റബ് ഡൗൺടൗണിന് അമേരിക്കൻ നഗരങ്ങളുടെ ഛായ തോന്നുന്നതും. ഇന്ന് ദോഹയിലെ ടൂറിസത്തിന്റെയും ഷോപ്പിംഗിന്റെയും കേന്ദ്രമാണിവിടം. ആധുനിക നഗരാസൂത്രണത്തിന്റെ ഒരു മികച്ച മാതൃകയും. അത്ര മനോഹരമായാണ് മഷ്റബ് ഡൗൺടൗണിന്റെ ഓരോ ഭാഗവും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മഷ്റബ് ഡൗൺടൗണിലൂടെ ഒരു ട്രാം സർവീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. യാത്ര ചെയ്യുന്നതിനൊപ്പം ഡൗൺടൗണിന്റെ കാഴ്ചകൾ കാണാനും ഈ ട്രാമിനെ ആശ്രയിക്കാം. ഇവിടം നടന്നു കാണുന്നതും വളരെ രസകരമായ അനുഭവമായിരിക്കും. ദോഹയിലെ ഏറ്റവും മനോഹരവും തിരക്കേറിയതുമായ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഇനി നമുക്ക് കാണേണ്ടത്. സൂഖ് വാഖിഫ്. 1 നൂറ്റാണ്ട് മുമ്പ് നഗരത്തിലെ പ്രധാനപ്പെട്ട മാർക്കറ്റായിരുന്നു ഇത്. എണ്ണപ്പണം കൊണ്ട് സമ്പന്നമായപ്പോൾ അപ്രസക്തമായ ചന്ത പാരമ്പര്യ സംരക്ഷണം ലക്ഷ്യമിട്ട് അടുത്ത കാലത്താണ് നവീകരിച്ചത്. മനോഹരമായ ടൂറിസ്റ്റ് കേന്ദ്രമായും ഇവിടം വികസിപ്പിച്ചു. യൂറോപ്യൻ നഗരങ്ങളിലെ ഓൾഡ് ടൗണുകളുടെ നിലവാരത്തിലാണ് സൂഖ് വാഖിഫ് നിലനിർത്തിയിട്ടുള്ളത്. പൗരാണികത തെളിഞ്ഞു കാണാനാകുന്ന കെട്ടിടങ്ങളിൽ സുവനീർ ഷോപ്പുകൾ, റെസ്റ്റോറന്റുകൾ എന്നിവയെല്ലാം പ്രവർത്തിക്കുന്നു.
അറബ് ഹാൻഡിക്രാഫ്റ്റ് വസ്തുക്കൾ വാങ്ങാൻ നല്ല ഡെസ്റ്റിനേഷനാണിത്. കലാസൃഷ്ടികൾ, ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ, അങ്ങനെ ഉൽപ്പന്നങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ ഇവിടുത്തെ ഷോപ്പുകളിലുണ്ട്. ഒന്നും വാങ്ങിയില്ലെങ്കിലും മനോഹരമായ ആംബിയൻസിൽ കാഴ്ചകൾ കണ്ടു നടക്കുന്നത് പോലും ഇവിടെ രസകരമായ അനുഭവമാകുന്നു. അതുകൊണ്ട് തന്നെ സൂഖ് വാഖിഫിൽ വിദേശികളടക്കമുള്ള ടൂറിസ്റ്റുകളെ കൂടുതലായി കാണാനുമാകും. ഇനി നമുക്ക് അൽഫനാർ മസ്ജിദ് എന്ന കൾച്ചറൽ സെന്ററിലേക്ക് പോകാം. ഒരു മോസ്കും മ്യൂസിയവും ഉൾപ്പെടുന്ന സമുച്ചയമാണിത്. ഫനാർ എന്ന വാക്കിനർത്ഥം ലൈറ്റ് ഹൗസ് എന്നാണ്. പേരുപോലെ തന്നെ ദീപസ്തംഭത്തിന്റെ ആകൃതിയിലാണ് മന്ദിരം പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇവിടുത്തെ പ്രധാന ടൂറിസ്റ്റ് ആകർഷണം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ തന്നെയാണ്. ഇസ്ലാം മതത്തെയും അറബ് ജനതയെയും ലോകത്തിന് പരിചയപ്പെടുത്തുന്ന പ്രദർശനം. ഇസ്ലാമിന്റെ ആശയവും ചരിത്രവുമെല്ലാം ഇവിടെ വിശദമായി അവതരിപ്പിച്ചിരിക്കുന്നു. പ്രദർശനത്തോടൊപ്പം അറബ് ഭാഷയുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. ദോഹ കോർണിഷാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. മനോഹരമായി ലാൻഡ്സ്കേപ്പ് ചെയ്ത് നിർമ്മിച്ചിട്ടുള്ള തീരപ്രദേശം. പച്ചപ്പ് നിറഞ്ഞ പുൽത്തകിടികളാണ് കോർണിഷിലെ പ്രധാന ഭാഗം. ഇതിനിടയിൽ ഭംഗിയുള്ള ആർട്ട് ഇൻസ്റ്റലേഷൻസ്, ഈന്തപ്പനകൾ, പൂച്ചെടികൾ എന്നിവയും കാണാം. തീരത്തോട് ചേർന്ന് നീണ്ടുകിടക്കുന്ന നടപ്പാതയുമുണ്ട്. ഈ നടപ്പാതകളിലൂടെ കാഴ്ചകൾ കണ്ടു നടക്കുന്നത് രസകരമായ അനുഭവമാണ്. സൈക്കിളിലും ഇതിലൂടെ സഞ്ചരിക്കാം. ദോഹ ബിസിനസ് ഡിസ്ട്രിക്റ്റിന്റെ ദൃശ്യമാണ് കോർണിഷിൽ നിന്നുള്ള പ്രധാന കാഴ്ച. മരതകപ്പച്ച നിറത്തിലുള്ള കടൽപ്പരപ്പ് കൂടിയാകുമ്പോൾ ഈ കാഴ്ച കൂടുതൽ സുന്ദരമാകുന്നു. രാത്രിയിൽ ലൈറ്റുകൾ തെളിയുന്നതോടെ ഡൗൺ ടൗൺ കണ്ടാലും മതിയാവാത്ത അനുഭവമാവുകയും ചെയ്യും. വേ ടു വേൾഡ് കപ്പ് എന്നത് കോർണിഷിലെ ഒരു പ്രധാന ഫോട്ടോ സ്പോട്ടാണ്. 2022 ഫുട്ബോൾ ലോകകപ്പിന്റെ ഓർമ്മകൾ സംരക്ഷിച്ചിട്ടുള്ള ഇടം. ദോ ക്രൂസ് ആണ് ഇവിടുത്തെ മറ്റൊരു പ്രധാന ആക്ടിവിറ്റി. തടിയിൽ നിർമ്മിച്ച പരമ്പരാഗത ബോട്ടിൽ കടലിലൂടെയുള്ള യാത്ര. കടലിൽ നിന്നുള്ള കരയുടെ കാഴ്ചകളാണ് ഈ യാത്രയുടെ മുഖ്യ ആകർഷണം. അടുത്തതായി നമുക്കൊരു സാംസ്കാരിക മ്യൂസിയം കാണാൻ പോകാം. മ്യൂസിയം ഓഫ് ഇസ്ലാമിക് ആർട്ട്. കടൽ തീരത്തുള്ള മിന ഉദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദർശന കേന്ദ്രമാണിത്. കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന മന്ദിരം. ഇസ്ലാം സംസ്കാരവും ചരിത്രവുമാണ് പ്രദർശനത്തിൽ പ്രമേയമാക്കിയിരിക്കുന്നത്. പരമ്പരാഗത ഇസ്ലാമിക് ശൈലികളിൽ നിന്നും വ്യത്യസ്തമായി കണ്ടംപററി ശൈലിയിൽ പണികഴിപ്പിച്ചിട്ടുള്ള കെട്ടിടം ആദ്യ കാഴ്ചയിൽ തന്നെ നമ്മെ അത്ഭുതപ്പെടുത്തും. തനത് ഇസ്ലാമിക് ശൈലികൾ ആധുനിക നിർമ്മാണ സങ്കേതങ്ങളിലേക്ക് വിദഗ്ധമായി കൂട്ടിയിണക്കിയാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. ഉൾവശത്ത് മ്യൂസിയത്തിന്റെ ഉയരമേറിയ ഏട്രിയവും ഒരു ഗംഭീര കാഴ്ചയാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ ചെറുതായി തോന്നുമെങ്കിലും വിശാലമാണ് മ്യൂസിയത്തിന്റെ ഉൾഭാഗം. പല നിലകളിൽ പല ഹാളുകളിലായി പ്രദർശനം ഒരുക്കിയിരിക്കുന്നു. ഓരോ ഹാളിലും പ്രദർശനം വ്യത്യസ്തമായിരിക്കും. ഖുർആൻ ലിഖിതങ്ങൾ, ആഭരണങ്ങൾ, ആയുധങ്ങൾ,
വസ്ത്രങ്ങൾ, പാത്രങ്ങൾ എന്നു തുടങ്ങി പുരാവസ്തുക്കളുടെ ഒരു വൻ ശേഖരം തന്നെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ദോഹയിലെ ഓൾഡ് പോർട്ട് ഏരിയയിലുള്ള മിന ഡിസ്ട്രിക്റ്റിലേക്ക് പോകാം. മുൻപ് ദോഹയിലെ വാണിജ്യ തുറമുഖം ഇവിടെയാണ് ഉണ്ടായിരുന്നത്. പിന്നീട് കൂടുതൽ സൗകര്യങ്ങളോടെ മറ്റൊരിടത്തേക്ക് പോർട്ട് മാറ്റി സ്ഥാപിച്ചു. അതിനുശേഷമാണ് ഇവിടെ ഒരു എന്റർടൈൻമെന്റ് സെന്റർ വികസിപ്പിച്ചത്. വളരെ തീമാറ്റിക്കായി പണികഴിപ്പിച്ചിട്ടുള്ള മിന ഡിസ്ട്രിക്റ്റിൽ നിരവധി ടൂറിസ്റ്റ് ആകർഷണങ്ങളുണ്ട്. പാസ്റ്റർ കളറുകൾ പൂശിയ കണ്ടെയ്നറുകൾ നിരത്തിയിട്ടുള്ള ബോക്സ് പാർക്കാണ് അതിലൊന്ന്. ഇവയ്ക്കുള്ളിൽ റെസ്റ്റോറന്റുകളും സുവനീർ ഷോപ്പുകളുമൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. നിറപ്പകിട്ടാർന്ന പശ്ചാത്തലം ബോക്സ് പാർക്കിനെ ഒരു ഫോട്ടോ സ്പോട്ടായി മാറ്റുന്നു. ചബ്രാത്ത് അൽമിന എന്ന റെസ്റ്റോറന്റാണ് മറ്റൊരു കാഴ്ച. ഒരു ഫിഷ് മാർക്കറ്റും ഭക്ഷണശാലയും ഉൾപ്പെടുന്ന കോംപ്ലക്സ് ആണിത്. ഫിഷ് മാർക്കറ്റിൽ നിന്നും മീൻ തിരഞ്ഞെടുത്ത് നൽകിയാൽ ഇഷ്ടമുള്ള വിഭവം റെസ്റ്റോറന്റിൽ പാകം ചെയ്ത് നൽകും. ഇവിടെ കടൽ തീരത്ത് മനോഹരമായൊരു പ്രൊമനേഡുണ്ട്. നേരെ എതിർവശത്തായി ക്രൂസ് ഷിപ്പ് പോർട്ടും. പോർട്ടിൽ അടുക്കുന്ന വൻ ക്രൂസ് ഷിപ്പുകൾ ഇവിടെ നിൽക്കുമ്പോൾ കാണാനാകും. സായാഹ്നങ്ങളിൽ സമയം ചിലവിടാൻ ഒരു മികച്ച ഡെസ്റ്റിനേഷനാണിത്. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ഇനി പോകുന്നത് ദോഹയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മോസ്ക് കാണാനാണ്. ദോഹ സ്റ്റേറ്റ് ഗ്രാൻഡ് മോസ്ക്. ഖത്തറിലെ ഏറ്റവും വലിയ മോസ്കും ഇതുതന്നെ. ദേശീയവും മതപരവുമായ പ്രാധാന്യം കൊണ്ട് മാത്രമല്ല, രൂപകൽപ്പന കൊണ്ടും ഈ മോസ്ക് വിനോദസഞ്ചാരികൾക്കിടയിൽ ശ്രദ്ധ നേടുന്നുണ്ട്. പുറങ്കാഴ്ചയിൽ ഗൾഫ് മേഖലയിൽ നിർമ്മിച്ചിരുന്ന കോട്ടകളുടെ രൂപമാണ് മോസ്കിനുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു മോസ്ക് ആണെന്ന് തോന്നൽ ആദ്യ കാഴ്ചയിൽ ഉണ്ടാകില്ല. ഇവിടെ സാധാരണ സന്ദർശകർക്ക് ഗൈഡിനൊപ്പം മാത്രമേ ഉള്ളിലേക്ക് പ്രവേശിക്കാനാകൂ. ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും വന്നിട്ടുള്ള സന്ദർശകരെ കൂട്ടി ടൂർ ആരംഭിക്കും. മോസ്കിന്റെ ചരിത്രവും നിർമ്മാണ ഘട്ടങ്ങളുമെല്ലാം ഗൈഡ് വിശദീകരിക്കും. മാർബിൾ വിരിച്ച തറയും ലളിതമായ ജിയോമെട്രിക് ഡിസൈനുകളുമൊക്കെയാണ് മോസ്കിനെ കാഴ്ചയിൽ ആകർഷകമാക്കുന്ന ഘടകങ്ങൾ. സമ്പന്ന രാജ്യമാണെങ്കിലും വലിയ ആഡംബരമൊന്നും നിർമ്മാണത്തിൽ കൊണ്ടുവന്നിട്ടില്ല. നിറപ്പകിട്ടാർന്ന പരവതാനി വിശാലമായ പ്രാർത്ഥനാ ഹാളിന് സവിശേഷ ഭംഗി പകരുന്നു. പ്രാർത്ഥിക്കേണ്ട രീതികളും വിശ്വാസങ്ങൾക്ക് പിന്നിലുള്ള ഐതിഹ്യങ്ങളും ഗൈഡ് വളരെ സരസമായി തന്നെ പറഞ്ഞു തരും. മോസ്ക് കാണുന്നതിനൊപ്പം ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളും കൂടി മനസ്സിലാക്കാനാകുമെന്നതാണ് ടൂറിന്റെ പ്രത്യേകത. അടുത്തത് ഖത്തറ കൾച്ചറൽ വില്ലേജ് ആണ്. ദോഹയിലെ അതിവിസ്തൃതമായൊരു സാംസ്കാരിക കേന്ദ്രം. ഇവിടെ ഖത്തറിന്റെ സാംസ്കാരിക പാരമ്പര്യവും അടിസ്ഥാനമാക്കി സന്ദർശകർക്ക് സമയം ചിലവഴിക്കാനുള്ള വിവിധ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം കലാപരിപാടികൾ അവതരിപ്പിക്കാനുള്ള വേദികളും എക്സിബിഷൻ സെന്ററുകളും വില്ലേജിന്റെ ഭാഗമാണ്. പുറങ്കാഴ്ചയിൽ യൂറോപ്യൻ നിർമ്മിതികളുടെ രൂപമാണ് ഖത്തറ കൾച്ചറൽ വില്ലേജിനുള്ളത്.
മുകളിലെ കുംഭഗോപുരങ്ങൾ മാത്രമാണ് ഇതിനൊരു അപവാദം. എന്നാൽ ഉള്ളിലേക്ക് കടന്നാൽ സ്ഥിതി വ്യത്യസ്തമാണ്. ഒരു പഴയ അറേബ്യൻ നഗരത്തിലെത്തിയ പ്രതീതിയാകും ഉണ്ടാവുക. ഇടവഴികളും കെട്ടിടങ്ങളുമെല്ലാം തനത് ശൈലിയിൽ തന്നെ ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചിരിക്കുന്നു. ധാരാളം റെസ്റ്റോറന്റുകൾ വില്ലേജിന് ഉൾവശത്ത് പ്രവർത്തിക്കുന്നുണ്ട്. നാടൻ അറബ് വിഭവങ്ങൾ വിളമ്പുന്ന ഭക്ഷണശാലകൾ, വഴിയോരത്ത് നിരത്തിയ കസേരകളിലിരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യാം. ഇവിടെ എത്തുമ്പോൾ എക്സിബിഷൻ ഹാളുകൾ പ്രത്യേകം സന്ദർശിക്കണം. മിക്ക ദിവസങ്ങളിലും ഏതെങ്കിലും വിഷയത്തിലുള്ള പ്രദർശനങ്ങൾ ഉണ്ടാകും. പീജിയൻ ടവേഴ്സ് ആണ് വില്ലേജിലെ മറ്റൊരു കാഴ്ച. പണ്ട് ഖത്തർ ജനത പ്രാവുകളെ വളർത്താൻ ഉപയോഗിച്ചിരുന്ന ഗോപുരങ്ങളുടെ മാതൃകയിൽ നിർമ്മിച്ചിട്ടുള്ള ടവറുകൾ. അടുത്ത പ്രധാന ആകർഷണം വില്ലേജിന്റെ മധ്യത്തിലുള്ള ആംഫി തിയേറ്ററാണ്. വിശാലമായ തിയേറ്റർ നിർമ്മാണ ഭംഗി കൊണ്ടും ശ്രദ്ധേയമാകുന്നുണ്ട്. ഇതിന് സമീപമുള്ള ഗോൾഡൻ മോസ്ക് സ്വർണ്ണപ്പാളികൾ പൊതിഞ്ഞ് നിർമ്മിച്ച മോസ്കാണ്. തിളങ്ങുന്ന സ്വർണ്ണഭിത്തികളും മറ്റും ഒരു കൗതുക കാഴ്ചയാകുന്നു. ഇനി നമുക്ക് ഖത്തറിന്റെ പാം ഐലൻഡ് എന്ന് വിശേഷിപ്പിക്കുന്ന പേൾ ഐലൻഡിലേക്ക് പോകാം. ദുബായ് തീരത്ത് കടലിൽ മണ്ണിട്ടുയർത്തി പനയുടെ ആകൃതിയിൽ തയ്യാറാക്കിയ പാം ഐലൻഡിന്റെ ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതേ രീതിയിൽ തന്നെയാണ് പേൾ ഐലൻഡിന്റെയും നിർമ്മാണം. ഇന്നിവിടം ഖത്തറിലെ സമ്പന്നരുടെ താമസ കേന്ദ്രമാണ്. ഖത്തർ പൗരന്മാർക്ക് മാത്രമല്ല, വിദേശികൾക്കും പേൾ ഐലൻഡിൽ അപ്പാർട്ട്മെന്റുകളും വില്ലകളും വാങ്ങാനാകും. സമ്പന്നർ മാത്രം താമസിക്കുന്ന ഇടമായതിനാൽ ആഡംബരത്തിന്റെ കാഴ്ചകളാണ് എങ്ങും. ദ്വീപിന്റെ ഓരോ കോണും അതിമനോഹരമായി ഡിസൈൻ ചെയ്ത് ഗംഭീരമാക്കിയിട്ടുണ്ട്. ഷോപ്പിംഗ് സെന്ററുകളും വിനോദ കേന്ദ്രങ്ങളും അടക്കം സ്ഥിര താമസക്കാർക്കുള്ള എല്ലാ സൗകര്യങ്ങളും ദ്വീപിനുള്ളിൽ തന്നെ സജ്ജവുമാണ്. മുന്തിയ നിലവാരത്തിലുള്ള ധാരാളം ഹോട്ടലുകളും ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. 12 ഡിസ്ട്രിക്റ്റുകളായി ക്രമീകരിച്ചിട്ടുള്ള പേൾ ഐലൻഡിലെ ഓരോ ഡിസ്ട്രിക്റ്റും ഓരോ തീമിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദ്വീപിലെ വഴികളിലൂടെ വെറുതെ സഞ്ചരിക്കുന്നത് പോലും രസകരമായ അനുഭവമായിരിക്കും. ഈ കാരണത്താൽ ഒരു ഓപ്പൺ എയർ മ്യൂസിയമായും ദ്വീപിനെ വിശേഷിപ്പിക്കാറുണ്ട്. ഉൾക്കടൽ തീരത്തെ പ്രൊമനേഡാണ് ഇവിടുത്തെ മറ്റൊരു കാഴ്ച. ധാരാളം യോട്ടുകൾ നിരന്നു കിടക്കുന്ന മറീനയും ഇവിടെയുണ്ട്. കടലിലൂടെയുള്ള യാത്രയ്ക്കും താമസത്തിനും ഈ ബോട്ടുകൾ വാടകയ്ക്കെടുക്കാനാകും. പേൾ ഐലൻഡിലെ കാണേണ്ട മറ്റൊരു കാഴ്ചയാണ് ഹമദ് ബിൻ ജാസിം മോസ്ക്. മോഡേൺ ബറോക്ക് ശൈലിയിലുള്ള രൂപകൽപ്പനയാണ് ഈ മോസ്കിന്റെ മുഖ്യ സവിശേഷത. സാധാരണ ഇസ്ലാമിക് ആരാധനാലയങ്ങളിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായ ഡിസൈൻ. അതിമനോഹരമായി ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ള കോമ്പൗണ്ടും അലങ്കാര പണികളാൽ സമ്പന്നമായ പ്രയർ ഹാളും മോസ്കിന്റെ മാറ്റുകൂട്ടുന്ന ഘടകങ്ങളാണ്. ഇനിയൊരു വ്യത്യസ്തമായ മാൾ കാണാം. വില്ലാജിയോ മാൾ. വെനീസ് നഗരത്തിന്റെ മാതൃകയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള വിപുലമായ ഷോപ്പിംഗ് കേന്ദ്രം. ആഗോള ലക്ഷറി ബ്രാൻഡുകളുടെ ഔട്ട്ലെറ്റുകളാണ് ഇവിടെ ഭൂരിഭാഗവും. വിൽക്കുന്നത് വില കൂടിയ ഉൽപ്പന്നങ്ങളും. അതുകൊണ്ട് തന്നെ വില്ലാജിയോ മാളിൽ സമ്പന്നരാണ് കൂടുതലും ഷോപ്പിംഗിനെത്തുന്നത്.
മറ്റുള്ളവർ സമയം ചിലവിടാനും കാഴ്ചകൾ കാണാനും ഈ മാൾ സന്ദർശിക്കുന്നു. രൂപകൽപ്പനയിലെയും നിർമ്മാണത്തിലെയും വ്യത്യസ്തതയാണ് മാളിനെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആക്കുന്നത്. മാളിനുള്ളിലൂടെ കാഴ്ചകൾ കണ്ട് നടക്കുന്നത് ഒരു വേറിട്ട അനുഭവം തന്നെയായിരിക്കും. വെനീഷ്യൻ ആർക്കിടെക്ചറിന്റെ സൗന്ദര്യം എങ്ങും പ്രകടമായി കാണാനാകും. വെനീഷ്യൻ കനാലുകൾക്ക് സമാനമായ കനാലാണ് മാളിലെ പ്രധാന ആകർഷണം. കെട്ടിടത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കനാൽ നീണ്ടുപോകുന്നുണ്ട്. വെനീസിലേതുപോലെയുള്ള ഗൊണ്ടോള റൈഡും ഇവിടെ ആസ്വദിക്കാം. ഒരു സമയം 4 പേർക്ക് വരെ കയറാവുന്ന ഗൊണ്ടോളകളാണിത്. മേൽക്കൂരയാണ് മാളിലെ പ്രധാനപ്പെട്ട മറ്റൊരു കാഴ്ച. കൃത്രിമമായി തയ്യാറാക്കിയ മേഘങ്ങളുള്ള നീലാകാശമാണ് മുകളിൽ കാണുക. അതുകൊണ്ട് തന്നെ ഒരു കെട്ടിടത്തിനുള്ളിലാണെന്ന് തോന്നൽ ഉള്ളിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാവില്ല. ഇനി കാണേണ്ടത് അതിഗംഭീരമായൊരു ഷോപ്പിംഗ് സെന്ററാണ്. അൽ വക്ര സൂക്ക്. വെറും സൂക്ക് എന്നതിനപ്പുറം ഖത്തറിലെ പ്രധാനപ്പെട്ടൊരു സാംസ്കാരിക കേന്ദ്രം കൂടിയാണിത്. ഗൾഫ് മേഖലയിലെ പരമ്പരാഗത സൂക്കുകളുടെ മാതൃകയിലാണ് അൽ വക്ര സൂക്കിന്റെ രൂപീകരണം. തങ്ങളുടെ സമ്പന്നമായ സാംസ്കാരിക പാരമ്പര്യം അൽ വക്ര സൂക്കിലൂടെ ഖത്തർ സന്ദർശകർക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. അൽ വക്ര സൂക്കിന്റെ തീമാറ്റിക്കായ ഡിസൈനും നിർമ്മാണവും വിശദമായി കണ്ടുതന്നെ അറിയണം. 2 നൂറ്റാണ്ട് മുമ്പ് ഖത്തറിലെ ഒരു സൂക്ക് എങ്ങനെയായിരുന്നോ അതേ രൂപം ഓരോ കോണിലും പുനഃസൃഷ്ടിച്ചിരിക്കുന്നു. പാതകളും ചുറ്റുമുള്ള കെട്ടിടങ്ങളും ജംഗ്ഷനുകളും അടക്കം എവിടെയും കാണാം പെർഫെക്ഷൻ. പാതയോരത്തെ കെട്ടിടങ്ങൾക്കുള്ളിലാണ് കച്ചവട സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്. റെസ്റ്റോറന്റുകൾ, സുവനീർ ഷോപ്പുകൾ എന്നിങ്ങനെ തദ്ദേശീയരെയും ടൂറിസ്റ്റുകളെയും ഒരുപോലെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സ്ഥാപനങ്ങളാണ് ഇവിടെയുള്ളത്. ഓരോ ഉൽപ്പന്നത്തിനും പ്രത്യേക വിഭാഗവുമുണ്ട്. കടൽ തീരത്തോട് ചേർന്നാണ് സൂക്കിന്റെ സ്ഥാനമെന്നത് മറ്റൊരു പ്രത്യേകതയാണ്. മണൽപ്പരപ്പിനിപ്പുറമുള്ള പ്രൊമനേഡിൽ ധാരാളം റെസ്റ്റോറന്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. രുചികരമായ തനത് അറബ് വിഭവങ്ങൾ വിളമ്പുന്ന ഭക്ഷണശാലകളാണിത്. ഇവിടിരുന്ന് കടൽക്കാറ്റേറ്റ് ഭക്ഷണം കഴിക്കുന്നത് രസകരമായ അനുഭവം തന്നെയായിരിക്കും. ഖത്തറിലെ പ്രധാന വിനോദ കേന്ദ്രങ്ങളിൽ ഒന്നായ മെസയ്യിദിലേക്കാണ് അവസാനമായി പോകുന്നത്. മണൽക്കുന്നുകളും കടലും ഒന്നുചേരുന്ന പ്രദേശം. ഈ പ്രത്യേകത തന്നെയാണ് മെസയ്യിദിന്റെ പ്രധാന ആകർഷണവും. പൊടിമണൽത്തിട്ടകൾ നിറഞ്ഞ മരുഭൂമിയുടെ ദൃശ്യങ്ങൾ ഈ ഭാഗത്ത് കാണാൻ കഴിയും. കൂടാതെ മണൽക്കാറ്റുകളും മെസയ്യിദിൽ സാധാരണമാണ്. മെസയ്യിദ് മേഖലയിൽ ടൂറിസ്റ്റുകൾക്കായി ധാരാളം സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഡെസേർട്ട് ക്യാമ്പുകളാണ് അതിലേറ്റവും പ്രധാനം. രാത്രി താമസിക്കാനുള്ള സൗകര്യങ്ങളോടെ ഒരുക്കുന്ന ക്യാമ്പുകളിൽ നൃത്തവും സംഗീതവുമെല്ലാമായി വലിയ ആഘോഷമായിരിക്കും. മരുഭൂമിയിലെ സാഹസിക ആക്ടിവിറ്റികൾക്കുള്ള സൗകര്യങ്ങൾ ഡെസേർട്ട് ക്യാമ്പുകളിൽ ലഭ്യമാണ്. മണൽക്കുന്നുകളുടെ പശ്ചാത്തലത്തിലുള്ള ഉദയാസ്തമയ കാഴ്ചകളാണ് ഇതിലേറ്റവും സുന്ദരം. ഇതുകൂടാതെ പലയിടങ്ങളിലായി ഡെസേർട്ട് ആക്ടിവിറ്റികൾ ഏർപ്പെടുത്തിയിട്ടുള്ള വിസിറ്റേഴ്സ് സെന്ററുകളും മെസയ്യിദ് മേഖലയിൽ ഒരുക്കിയിട്ടുണ്ട്. ക്വാഡ് ബൈക്കിംഗ്, കുതിരസവാരി, ഒട്ടകസവാരി, ഓഫ് റോഡ് വാഹനങ്ങളിലുള്ള ഡെസേർട്ട് സഫാരി, അങ്ങനെ ധാരാളം വിനോദങ്ങൾ ഇവിടെ ആസ്വദിക്കാം. ഇനിയുള്ളത് പേർഷ്യൻ ഉൾക്കടൽ തീരമാണ്.
ഇവിടെ ശാന്തമായ കടലിൽ കുളിക്കാനും വിശ്രമിക്കാനും കഴിയും. ടൂറിസ്റ്റുകൾ ഭക്ഷണം പാകം ചെയ്യാൻ അടക്കമുള്ള സജ്ജീകരണങ്ങളുമായാണ് ബീച്ചിലേക്ക് വരുന്നത്. ദോഹയുടെ കാഴ്ചകളിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു വന്നത്. പാശ്ചാത്യ നഗരങ്ങളോട് കിടപിടിക്കുന്ന വൃത്തിയും നിലവാരവും സൗന്ദര്യവുമെല്ലാം ദോഹയിൽ ദീർഘവീക്ഷണമുള്ള ഭരണകൂടം ഒരുക്കുന്നു. അതിനാൽ ഭാവിയിൽ ടൂറിസം രംഗത്ത് ദോഹ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുമെന്നത് തീർച്ചയാണ്.